Hi guys, welcome to Namuda Classroom. So let's begin where we left last time. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ കെമിസ്ട്രി എന്താണെന്നും അതിൻ്റെ റെലവൻസ് എന്താണെന്നും എന്തിനു വേണ്ടിയാണ് നമ്മളത് പഠിക്കുന്നതെന്നാണ് ഡിസ്കസ് ചെയ്തത് റൈറ്റ്. സോ നമ്മളുടെ ലാസ്റ്റ് ടാർഗറ്റ് തരം നമ്മൾ കെമിസ്ട്രിനെ ഡിഫൈൻ ചെയ്തു. സോ ദിസ് വാസ് ദ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്, റിമെമ്പർ? സോ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡെഫിനേഷനിൽ നിന്ന് തന്നെ എടുക്കാം, that is matter. So in today's video our goal is to get to know what matter is. But before going to that, let's first look around ourselves. Okay, so നമ്മളുടെ സറൗണ്ടിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും? One thing is the air you breathe, right? Though you can't see it, but you feel it, right? Then നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ്, then നമ്മൾ താമസിക്കുന്ന വീട്, or if you think of some random nights where you go for stargazing, നമ്മൾ കാണുന്ന stars, or our favorite pets, or even yourself, or നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ, പെൻസിൽ, ഇതെല്ലാം മാറ്റർ ആണ്. ഓക്കെ, ഈവൻ ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ സാൻഡിൻ്റെ ഒരു ചെറിയ ഗ്രെയിൻ പോലും ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. സോ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സം മെറ്റീരിയൽ, ആൻഡ് അതിന് കൊടുക്കുന്ന ആ ഒരു മെറ്റീരിയലിന് കൊടുക്കുന്ന ആ സയൻറ്റിഫിക് ടേമാണ് മാറ്റർ. അന്നേരം ലെറ്റ്സ് സീ മാറ്റർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാം. Here is a very simple definition of matter. Okay, so before discussing about that, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയണം. ഞാൻ ത്രൂ ഔട്ട് ദ റൈറ്റപ്സിൽ എവിടെയെങ്കിലും യെല്ലോ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. അതെല്ലാം നമ്മളുടെ കീ വേർഡ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. സോ വെൻ യു സ്റ്റഡി ഈ വേർഡ്സിനെ, ലൈക്ക് വെൻ യു തിങ്ക് അബൌട്ട് മാറ്റർ, പ്ലീസ് ജസ്റ്റ് കീപ് ദീസ് കീ വേർഡ്സ് ഇൻ യുവർ മൈൻഡ്. എന്നിട്ട് നമ്മൾ ആൻസർ എഴുതുമ്പം നമ്മൾ മനസ്സിലാക്കിയ അതേ വേർഡ്സിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് എഴുതാം. Just the thing is, you just have to include these keywords in it. It's not that you have to sit and mug up. എല്ലാം by heart ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. Understand the concepts and make your own answers. Just remember to include the keywords. That is the core of it. Okay, so let's begin. അന്നേരം മാറ്ററിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ this is the definition. Matter is defined as anything that occupies space or have volume, or it possesses mass and the presence of which can be felt by any one or more of our five senses. Five senses എന്ന് പറഞ്ഞാൽ sight, touch, smell, hearing, taste, ഇതൊക്കെയാണ് നമുക്കുള്ള സെൻസസ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു റൂമിൽ അഗർബത്തി കത്തിച്ച് വെച്ചിരിക്കുക, ഓക്കെ, ആൻഡ് നിങ്ങളിപ്പോൾ വേറൊരു റൂമിൽ പോയി ഞാൻ വേറൊരു റൂമിൽ എൻ്റെ ഫ്രണ്ടിനെ വിട്ടു സപ്പോസ്. ആ ഫ്രണ്ടിന് സ്മെല്ല് കിട്ടും അഗർബത്തിയുടെ. മേ ബി ദാറ്റ് പേഴ്സൺ കണ്ടിട്ടില്ല അഗർബത്തി, റൈറ്റ്? സോ ആ ആള് ആ അഗർബത്തിയുടെ സ്മെല്ല് നമ്മുടെ എയറിൽ കൂടെ ഡിഫ്യൂസ് ആയി പോയി എന്ന് പറഞ്ഞാൽ ആ അഗർബത്തിയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് ഡിഫ്യൂസ് ആയി പോയി ആണ് ആ പേഴ്സൻ്റെ അടുത്ത് എത്തുന്നത്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഹി ക്യാൻ സെൻസ്, റൈറ്റ്? സോ ഈവൻ ദാറ്റ് ഇസ് മാറ്റർ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം വിട്ട് ഞാൻ എവിടെയെങ്കിലും നോട്ട്ന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, സോ നമ്മൾ മാറ്റർ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു, എന്താണ് അത് ഓക്യുപ്പൈ സ്പേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോള്യൂം, അല്ലെങ്കിൽ വിച്ച് ഹാസ് സം മാസ് ഓർ സംതിങ് ദാറ്റ് യു ക്യാൻ സെൻസ്, റൈറ്റ്? സോ ഇപ്പം ഹീറ്റ്, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇതൊക്കെ നമുക്ക് matter എന്ന് പറയാൻ പറ്റത്തില്ല. These are not considered as matter because these things are massless and do not occupy any space, right? It doesn't fit into the definition. നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെഫിനേഷനിലോട്ട് ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങളല്ല. So these things are not considered as matter. So keep it in mind. Now let's move on to the classification of matter. മാറ്ററിനെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ
രണ്ട് ഹെഡിങ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് ദ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് രണ്ടാമത്തേന്ന് പറയുന്നതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, വിതിൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് അന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് physical classification and chemical classification, okay, based on their physical properties and based on their chemical properties. So within the physical properties you can further classify matter as solids, liquids and gases. Similarly, under the head chemical properties you can further classify matter as elements, compounds and mixtures. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓൺലി ഈ സെക്ഷൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, റൈറ്റ്? ഓൺലി ദിസ് സെക്ഷൻ, ഇത് ജസ്റ്റ് ദിസ് പാർട്ട്, physical classification, and we'll just cover the solids, liquids and gases. Okay, and the second part we will be this part, the chemical classification, this will be done in the next chapter. Okay, so now we are going to focus on these things. So let's move ahead. മാറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാറ്റർ കണ്ടിന്യൂസ് ആണോ അതോ പാർട്ടിക്കുലേറ്റ് ആണോ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ കുറച്ച് സാൻഡ് നിങ്ങളുടെ കയ്യിലോട്ട് തന്നു. ഒബ്വിയസ്ലി ഞാൻ ചോദിക്കും ഇത് എങ്ങനെ കണ്ടിന്യൂസ് ആണോ പാർട്ടിക്കുലർ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് പറയാം ഇത് ഫുൾ പാർട്ടിക്കിൾസും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്, റൈറ്റ്? പക്ഷെ അതേ സമയത്ത് ഞാനൊരു വുഡിൻ്റെ പീസ് തരുക, സോ നിങ്ങൾക്ക് അതിൽ പാർട്ടിക്കിൾസ് നിറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യുകയില്ല, കാണാൻ പറ്റുകയില്ല, യു കാൺ ലൈക്ക് അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ബട്ട് ദെൻ ദ റിയാലിറ്റി ഈസ് ദാറ്റ് മാറ്റർ ഈസ് നോട്ട് കണ്ടിന്യൂസ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പീസ് എടുക്കുക, പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ അത് പാർട്ടിക്കിൾസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്? ഇല്ല. ബട്ട് വൺസ് യു ഡ്രോപ്പ് ഇറ്റ്, അത് ഫ്ലോറിലോട്ട് വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച പാർട്ടിക്കിളാണ്. അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് പിന്നെയും എറിഞ്ഞ് പൊട്ടിച്ച് അത് പിന്നെയും ചെറുതായി വരും, റൈറ്റ്? ദാറ്റ്സ് വൈ മാറ്റർ എന്ന് പറയുന്നത് എന്തുവാ പറയുന്നത്, വളരെ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നിന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് പറയുന്നതാണ് ഇത് പാർട്ടിക്കുലേറ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവമല്ല. ഓക്കെ, so particles, okay, these particles make up all the matter around us, and it can be either molecules or atoms. So see, I am highlighting the word atoms and molecules. Don't worry about it, I'll be discussing this term and this term as we proceed. Okay, so ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. മാറ്റർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ലെവലായിട്ടുള്ള സ്മോൾ ലൈക്ക് ലെവലിലുള്ള പാർട്ടിക്കിൾസ് വെച്ചാണ് നമ്മളുടെ മാറ്റർ ബിൽഡപ്പ് ചെയ്യുന്നത്. അതിൻ്റെ അഗ്രിഗേറ്റ് ഫോം ചെയ്താണ് മാറ്റർ ഉണ്ടാക്കുന്നത്. ഇപ്പം സാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും യാ ദാറ്റ്സ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ബട്ട് നോ, ഈവൻ ദാറ്റ് വൺ സിംഗിൾ ഗ്രെയിൻ ഹാസ് ഫർദർ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോളർ കോൺസ്റ്റിറ്റ്യൂവൻസ്. ഓക്കെ, സോ പിന്നെ വേറൊരു കാര്യം, ദീസ് പാർട്ടിക്കിൾസ്, the thing which is the building thing of that particular matter, it differs. എന്ന് പറഞ്ഞാൽ ഇപ്പം സാൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടിങ് പാർട്ടിക്കിൾസും ഒരു വുഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടിങ് പാർട്ടിക്കിൾസും ഡിഫറെൻ്റ് ആയിരിക്കും. That's what I mean. Okay, so these particles differ from one kind of matter to the other one. Now next question is, ഞാൻ പറഞ്ഞു ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. സോ ഹൗ സ്മോൾ ആർ ദീസ് പാർട്ടിക്കിൾസ്? ഓക്കെ, ടു എക്സ്പ്ലെയിൻ ദാറ്റ് I'll just take up an simple experiment. So I hope you guys know what potassium permanganate is. I hope നിങ്ങൾ നിങ്ങളുടെ ജനറൽ സയൻസ് ലാബ്സിലൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. ഒരു പേർപ്പിൾ കളറിൻ്റെ ഒരു സംഭവമാണ്, റൈറ്റ്? സോ വി ആർ ഗോയിങ് ടു ഡിസോൾവ് ഇറ്റ് ഇൻ വാട്ടർ. സോ ആദ്യം ഞാൻ കുറച്ച് എമൗണ്ട് അതെടുത്തിട്ട് ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അതിലോട്ട് ഡിസോൾവ് ചെയ്യുക. സോ നമുക്കിപ്പോൾ നല്ലൊരു ഡീപ്പ് പേർപ്പിൾ പോലത്തെ ഒരു കളർ കാണാം, റൈറ്റ്? അതിൽ നിന്ന് ഒരു ചെറിയ ഒരു 2-3 ml എടുത്ത് നമ്മൾ അത്രയും തന്നെ ആദ്യം എടുത്ത് അത്രയും തന്നെ വെള്ളത്തിന് ഈ ലൈക്ക്
സപ്പോസ് ജസ്റ്റ് ഇതിൽ നിന്ന് ഇതിപ്പോൾ ഒരു അറൗണ്ട് 50 ml ഉണ്ടെന്ന് വെച്ചു. അതിൽ നിന്ന് എന്താ പറയുന്നത് ഒരു 5 ml എടുത്തിട്ട് ഇതിനകത്തൊരു 45 ml വാട്ടറും കൂടെ ഇട്ട് കഴിയുമ്പം നമ്മൾ കാണും ഈ ഒരു ഡീപ്പ് പേർപ്പിൾ കളറിൽ നിന്ന് അതൊരു പിങ്കിഷ് കളറായി മാറി. ഓക്കെ, സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ബട്ട് നമ്മൾ സാമ്പിൾ ഈ എന്താ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക. ഇതിനകത്ത് ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനെ കുറയ്ക്കുക, കോൺസെൻട്രേഷൻ കുറയ്ക്കുക, കണ്ടൻറ്റ്. ഓക്കെ, അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് സോ ഇതിനകത്ത് നമുക്ക് കാണാം ആ പിങ്ക് കളറ് കുറേ കൂടെ ഡൈല്യൂട്ടായി. അത് ഇത്രയും ഡൈല്യൂട്ടായി നമുക്കിപ്പം കമ്പയർ ചെയ്യണമെങ്കിൽ ഒറിജിനൽ ആ പ്ലെയിൻ വാട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പം യു ക്യാൻ സീ ദ ഡിഫറൻസ്. ദർ ഇസ് എ സ്ലൈറ്റ് പിങ്കിഷ് കളർ ഹിയർ. ഓക്കെ, സോ ഇതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് പോലും ഇട്ട് കഴിയുമ്പോഴും അതിൽ കളർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം ചിന്തിച്ച് നോക്ക്, അതിനകത്ത് എന്തുമാത്രം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. And that's what is making that potassium permanganate thing look that deep purple. And that the more deeper it is, more of the particles of potassium permanganate that solution has. If you compare this one and this one, or say this one, the first one and the third one, ആ പാർട്ടിക്കിൾസ് സെയിം ആണ് രണ്ടിനകത്തുള്ളത്. പക്ഷെ ആദ്യത്തേനകത്ത് ഒത്തിരി പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ പാർട്ടിക്കിൾസ് കാണും. പക്ഷെ രണ്ടാമത്തേനകത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പാർട്ടിക്കിൾസ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ഒത്തിരി. ബട്ട് ദെൻ ആ ഒരു ചെറിയ സ്ലൈറ്റ് amount എടുത്തിട്ട് പോലും വെള്ളത്തിനകത്ത് ഇടുമ്പോൾ നമുക്ക് ആ കളർ കാണണമെന്ന് വെച്ചാൽ എന്തുമാത്രം അതിനകത്ത് ആ പാർട്ടിക്കിൾസ് കാണുമെന്നുള്ളതാണ്. സോ the first point is matter is made up of small particles, immensely small particles, and they are a lot in number. You know, an interesting fact, it's said that even a drop of water contains about 10 power 21 molecules of water. Just scrap off the word molecules because you guys may not be knowing about it. Just consider it as the particles which make up water. Okay, so ഒരു ഡ്രോപ്പ് വെള്ളത്തിൽ 10 power 21 പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ ഉണ്ടാക്കുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ സ്മോൾ ദ പാർട്ടിക്കിൾസ് ആർ ആൻഡ് ഹൗ മെനി പാർട്ടിക്കിൾസ് ആർ ദർ. I hope you guys get it. So matter is made up of extremely small particles which cannot be seen even with a powerful microscope. So just forget about seeing it with your naked eyes. Okay. Then what we actually see is an aggregate of tiny particles. ഈ ചെറിയ particles എല്ലാം കൂടെ ഒന്നിച്ച് കൂടി നിൽക്കുമ്പോഴാണ് it becomes bigger and bigger, right? Then you can see it. It's just a simple example is ഒരു വലിയ ഗ്രൗണ്ടിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരാളെ നിർത്തിയിട്ട് ദൂരെ നിന്ന് നോക്കുമ്പം കാണുന്നതാണോ പെട്ടെന്ന് വിസിബിൾ, അതോ അവിടെ ഒരു 10-20 പേരെ കൂട്ടത്തോടെ നിർത്തിയിട്ട് പിന്നെ ദൂരെ നിന്ന് കാണുമ്പോഴാണോ കൂടുതൽ കാണുന്നത്? ദ സെക്കൻഡ് വൺ, റൈറ്റ്? ദ സെയിം തിങ്. നൗ ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഹിയർ വി ആർ ഡിസ്കസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ മാറ്റർ. നമ്മുടെ മാറ്ററിനെ ഉണ്ടാക്കുന്നത് പാർട്ടിക്കിൾസ് ആണ്. വളരെ ചെറുതായിട്ടുള്ള ഒത്തിരി ഇമെൻസ്ലി ഒരു ചെറിയ സാമ്പിൾ എടുത്താൽ ഒത്തിരി നമ്പറിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ്, റൈറ്റ്? ആ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് മാറ്റർ. ഓക്കെ, സോ ഞാൻ അതിനെ ജസ്റ്റ് 3 പോയിന്റ്സ് ആണുള്ളത്. അതിനെ വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. The first one is that there is space between the particles. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഒരു മാറ്റർ സാമ്പിൾ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ലെവലിൽ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒത്തിരി പാർട്ടിക്കിൾസ് കാണും. പക്ഷെ ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കും സ്പേസസ് കാണും. You can see that, can't you? And these spaces are called voids. VOID, void. Okay, so there is space between the particles in matter. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ഈ കാണുന്ന പാർട്ടിക്കിൾസ് എല്ലാം എപ്പോഴും നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള കണ്ടിന്യൂസ് മോഷനിലായിരിക്കും. ഓക്കെ, എപ്പോഴും കണ്ടിന്യൂസ് മോഷനിലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് കാണും. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണല്ലോ നമ്മളുടെ ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റിനെ ഒന്നായിട്ട് വെക്കുന്നതും
and that's why that aggregate is formed, and slowly it's something which is becoming visible to us, right? So നമ്മുടെ മാറ്ററിനെ ഫോം ചെയ്യുന്ന പാർട്ടിക്കിൾസിന് 3 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാണ് ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് സ്പേസസ് ഉണ്ട്, അതെപ്പോഴും കണ്ടിന്യൂസ് മോഷനിലാണ്, ആൻഡ് ദർ ഇസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. റിമെമ്പർ ദാറ്റ്. So just remember these 3 points: space between particles, continuous motion of particles, and attractive forces between particles. ഇനി ഈ 3 പോയിന്റ്സിനെയും പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇതാണ്. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ വെള്ളം നിറയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമുക്ക് കുറച്ചേറെ ഷുഗർ ഇടാം. ഓക്കെ, അന്നേരം നമുക്ക് ആക്ച്വലി അതൊരു വളരെ സ്മോളർ ലെവലിലായിരിക്കും, പക്ഷേ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ റൈസ് ഇൻ വാട്ടർ ലെവൽ. വൈ ഡസ് ദാറ്റ് ഹാപ്പൻ? ഈ വാട്ടർ എന്ന് പറയുന്നതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഇടയ്ക്കും സ്പേസ് കാണും. ഓക്കെ, ആൻഡ് ഷുഗർ എന്ന് പറയുന്നതിനും അതിനും ഉണ്ട് പാർട്ടിക്കിൾസ്. സോ ഈ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസസിൽ ഗ്യാപ്പ് ഉള്ളിടത്ത് ഓക്യുപ്പൈ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. അന്നേരം one type of matter gets into the spaces present in between the particles of other type of matter, and that's why extra സംഭവങ്ങൾ വന്നല്ലോ. So there will be a slight rise in water level, though it may not be very much visible, but then definitely there will be. Okay, so that proves that space is there between particles. Next is that our particles are in continuous motion. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അഗർബത്തിയുടെ കേസ് തന്നെ. ഓക്കെ, ഇപ്പം അഗർബത്തി ഞാനിപ്പം എവിടെയെങ്കിലും കത്തിച്ച് വെച്ചാൽ നമുക്ക് അവിടുന്ന് കുറച്ച് ഏറെ ദൂരം നിന്നാലും നമുക്ക് അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും, റൈറ്റ്? ഇപ്പം പാർട്ടിക്കിൾസ് മോഷനിലില്ലെങ്കിൽ നമുക്ക് ആ ഒരു കത്തിച്ചിരിക്കുന്ന അവിടെ തന്നെ മാത്രമല്ലേ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ദെൻ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ദാറ്റ് യു ക്യാൻ സ്മെൽ ദാറ്റ് സംവെയർ എ ബിറ്റ് ഫാർ ആസ് വെൽ? എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അഗർബത്തിയുടെ പാർട്ടിക്കിൾസ് അവിടെ ഹീറ്റപ്പ് ആകുന്നു. ഹീറ്റപ്പ് ആകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി പൊസസ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. ഓക്കെ, അന്നേരം അതുകൊണ്ട് അത് കണ്ടിന്യൂസ് മോഷനിലുള്ളത് കൊണ്ട് ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ബേൺ ചെയ്യുമ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഷൻ കുറച്ചുകൂടെ കൂടും. ഓക്കെ, അന്നേരം അത് മൂവ് ചെയ്താണ് നമ്മൾ അതിൻ്റെ ടേം ഉണ്ട്, ഡിഫ്യൂസ് ചെയ്യും. അത് ഡിഫ്യൂസ് ചെയ്താണ് നമ്മളിലെത്തുന്നത്. And that's why you can smell that even though you are not standing just beside the agarbatti, the burning agarbatti. Okay, so that proves that particles are in a continuous motion. Then the next property is the attractive forces between particles. Adanana experiment 3. Consider 2 things. Just take a chalk stick and take a iron nail. ഒരു ആണി ഒരു ചോക്ക് സ്റ്റിക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാം പൊട്ടിക്കുക. യു ജസ്റ്റ് ഹാവ് ടു ബ്രേക്ക് ഇറ്റ്. ചോക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം, പക്ഷെ അയൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അയണിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി ഫാർ മോർ ആണ് വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ഓഫ് ചോക്ക്. And that is why you see that observation, you just note that observation, that the forces of attraction in chalk is very much weak compared to iron. Okay, I hope you guys are convinced with these characteristics of the particles of matter. So let's move on. So let's revise what all we learned in this video. So I'll just quickly revise it in 5 points. The first is the definition of matter, that is, it is anything which occupies space, possesses mass, and obviously something which you can feel. Then the second one is matter is made up of extremely small particles which cannot be seen with the naked eye. Then the particles of matter have space between them. This is the first characteristic of the particles of matter. Then the particles of matter are never at rest but are continuously moving. This is the second characteristic of the particles of matter. Then
particles of matter attract each other. This is the third and last characteristic of the particles of matter. So just remember these 5 points and you are done with it. Okay, and don't forget, wherever I have highlighted with the yellow marks, those are the keywords. So if you just remember that and understand the concepts, it would be really easy for you guys to proceed. Okay, I hope you enjoyed the video. So don't forget to like, subscribe and share.